ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. തൃശ്ശൂർ ടൗണിൽ തന്നെ ഉള്ളതും തൃശ്ശൂർ കാണാൻ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തൃശ്ശൂരിൽ വരുന്നവർ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് കൊല്ലങ്കോട് കൊട്ടാരം. കലാവാസ്തുവിദ്യ, ചരിത്രം തുടങ്ങിയതിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണിത്. ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്കുള്ളത്. ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ 1 വരെയും 2 മുതൽ 4:30 വരെയുമാണ്. തിങ്കളാഴ്ച ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. കൊല്ലങ്കോട് രാജാവായിരുന്ന വസുദേവരാജ 1904 ഈ കൊട്ടാരം നിർമ്മിച്ച് മകൾക്ക് കൊടുത്തു. യഥാർത്ഥ കൊല്ലങ്കോട് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്ടെ കൊല്ലങ്കോടിലാണ്. 1975 പുരാവസ്തു വകുപ്പ് തൃശ്ശൂരിലെ കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെ ഭാഗം ഏറ്റെടുത്ത് ഒരു മ്യൂസിയം ആക്കി മാറ്റി. ഇവിടെ വസുദേവരാജയുടെ ചില സ്വകാര്യ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെയും പാശ്ചാത്യ രൂപകൽപ്പനയുടെയും സമ്മേളനമാണ് കൊട്ടാരത്തിലെ വാസ്തുവിദ്യ. കൊട്ടാരത്തിൽ ഇപ്പോൾ മ്യൂറൽ ആർട്ട് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ സ്ഥലമാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ പാലസ്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 വർഷമായി ശക്തൻ തമ്പുരാൻ കൊട്ടാരം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈയിടെയാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. പാലസിലെ ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 35 രൂപയുമാണ്. കൂടാതെ മൊബൈൽ ക്യാമറയ്ക്ക് 10 രൂപയുമാണ്. ഇവിടുത്തെ പ്രവർത്തന സമയം 9:30 മുതൽ 1 വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4:30 വരെയുമാണ്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും പാലസിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. കൊട്ടാരത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഒരു കാലത്ത് കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പട സ്വരൂപത്തിന്റെ വകയായിരുന്നു. കൊച്ചി ഭരിച്ചിരുന്ന രാജാവ് രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ അധികാര കേന്ദ്രമായിരുന്നു ഇത്. വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഇന്നത്തെ രീതിയിൽ പുതുക്കിപ്പണിത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. മൂന്നാമത്തെ സ്ഥലമാണ് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെമ്പൂക്കാവിലുള്ള തൃശ്ശൂർ സൂ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഈ സുവോളജിക്കൽ പാർക്ക് 13.5 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3.2 കിലോമീറ്ററും ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും മറ്റുമായി കുറഞ്ഞ ഫീസ് നിരക്കിലുള്ള പാക്കേജുമുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ഒന്നും തന്നെ ഇവിടെയില്ല. സൂവിന്റെ പ്രവർത്തന സമയം 9 മുതൽ 5:15 വരെയാണ്. കൂടാതെ ഇവിടെ 2 മ്യൂസിയവുമുണ്ട്. അവിടെ സെപ്പറേറ്റ് നിരക്കാണ്. സ്ഥലപരിമിതി മൃഗങ്ങളെ ബാധിക്കുന്നതിനാലും റവന്യൂ ഭൂമിയുടെ ലഭ്യതക്കുറവും കാരണം മൃഗശാല പുത്തൂരിലെ 336 ഏക്കർ വനഭൂമിയിലേക്ക് മാറ്റുകയാണ്. അതുവഴി മൃഗശാലയുടെ നടത്തിപ്പ് വനം വന്യജീവി വകുപ്പിനായിരിക്കും. കേരള വനം വന്യജീവി വകുപ്പ് വികസിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ മൃഗശാല എന്ന പ്രത്യേകതയും പുത്തൂരിനുണ്ട്. കൂടാതെ ഉരകവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. തൃശ്ശൂരിൽ തന്നെയുള്ള മറ്റൊരു അട്രാക്ഷനാണ് ബൈബിൾ ടവർ. തൃശ്ശൂർ പുത്തൻപള്ളിയുടെ പുറകുവശത്തായിട്ടാണ് ഈ ടവർ ഉള്ളത്. 79 മീറ്ററാണ് ഇതിന്റെ ഉയരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച് ടവറും ഏഷ്യയിലെ 3ാമത്തേതുമാണ് പുത്തൻപള്ളി ബൈബിൾ ടവർ. 20 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. അരമണിക്കൂറാണ് ഇവിടുത്തെ സന്ദർശന സമയം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്ററും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. സ്റ്റെപ്പ് വഴിയോ അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയോ നമുക്ക് മുകളിലേക്ക് എത്താവുന്നതാണ്. സ്റ്റെപ്പ് വഴിയാണെങ്കിൽ ബൈബിളിലെ ഓരോ സംഭവങ്ങൾ ചുമരിൽ വച്ചിരിക്കുന്നത് കാണാം. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാം. വിവിധ ഭാഷയിലുള്ള ബൈബിളുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വരുമ്പോൾ സന്ദർശിക്കാൻ കഴിയുന്ന ഒന്നാണിത്. തൃശ്ശൂരിലെത്തുന്നവർ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.